കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗോവിന്ദനും നന്ദും കൂടെ അനന്തപുരിയിലേക്ക് വരുവാണ്. ഈ സമയത്ത് അഭിയും ജലജയും വല്ലാതെ അവരെ നോവിക്കുന്നുണ്ട്. പെട്ടെന്നാണ് കനക അങ്ങോട്ട് വന്നേ. കനക വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ, നിങ്ങൾ കയറി വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കണം. പിന്നെ വരുന്നുണ്ട്. അല്ല ഗോവിന്ദേട്ടാ, ഇതെന്താ കവറിനകത്തെന്ന് ചോദിക്കണം. കവറിനകത്ത് 5-8 കൂട്ടം പലഹാരങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്, അല്ലാതെ കൊട്ടപ്പടി സ്വർണ്ണമായിട്ടോ ആയിട്ടല്ലെന്ന് പറയണം. കേട്ടപ്പോൾ കനകയ്ക്ക് വല്ലാത്തൊരു വിഷമമായി. പെട്ടെന്നാണ് ആദർശിൻ്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. ആദർശിൻ്റെ അച്ഛൻ വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളെന്താ വന്നിട്ട് ഇവിടെ നിൽക്കുന്നത്, അകത്തേക്ക് കയറി വരുന്നില്ലേ എന്ന് ചോദിക്കണം. കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി കയറ്റിക്കൊണ്ട് പോകാൻ നേരത്തെ കനക പറഞ്ഞു, അല്ല അത് ഞങ്ങൾ പിന്നെ എന്താ ഇവിടെ നിൽക്കുന്നേ, ഇനിയിപ്പോൾ സ്വർണം കൊണ്ടുന്നില്ല അങ്ങനെ അത് പറഞ്ഞുകൊണ്ടാണ് ഇത്ര വിഷമിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, നമുക്ക് ഈ ചടങ്ങുകളൊക്കെ നടത്തണം. അത് മാത്രമല്ല നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കറിയാലോ, അല്ലെങ്കിലും സ്വർണത്തിൽ എന്താ കഥ ഇരിക്കുന്നതെന്ന് ചോദിക്കണം. ഗോവിന്ദനെ നന്ദുവിനെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് മുറിയിൽ നയന സാരിയൊക്കെ കൊടുത്ത് ആദർശിന് മുന്നിലേക്ക് വന്നായിരുന്നു. അപ്പോൾ ആദർശ് അതേ സെയിം കളർ ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ദേവയാനി മേടിച്ചു കൊടുത്താന്നുള്ള കാര്യം നയനയ്ക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ ആദർശനും തനിക്കൊരു സാരി മേടിച്ചു തന്നു. ആദർശന് ഷർട്ടിന് ഇണങ്ങുന്ന സാരി തന്നെ. അപ്പോൾ ആ ഒരു ചിന്തയുണ്ടായിരുന്നു. ആദർശ് ചോദിച്ചു, അല്ല നീ എന്താ പിന്നെ ഈ സാരി ഉടുക്കാൻ തീരുമാനിച്ചെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ആദർശേട്ടൻ വാങ്ങി തന്നതല്ലേ, അപ്പോൾ ഉടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്കിഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭർത്താവ് മേടിച്ചു തരുന്ന സാധനം ഉടുക്കണം. അത് അവരുടെ മനസ്സിന് സന്തോഷമല്ലേ. അപ്പോൾ ആദർശേട്ടൻ സന്തോഷിക്കുന്ന കാണാനാണ് എനിക്കിഷ്ടം. എൻ്റെ സന്തോഷം അതാന്ന് പറയണം. ആദർശിന് മനസ്സിലായി ഇവളെന്തൊരു പാവമാണ്. തൻ്റെ അമ്മ മേടിച്ചാന്നാന്ന് ഇവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഷർട്ട് തൻ്റെ അമ്മ മേടിച്ചാണ് തനിക്ക് ഇവൾക്ക് മാച്ചിനാണെങ്കിൽ താൻ വാങ്ങിച്ചാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ മനസ്സ് വേദനിക്കുമോ, അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടാകുന്നുണ്ടായിരുന്നു ആദർശിനുള്ളിൽ. പിന്നീട് താഴേക്ക് പോകാൻ അവർ രണ്ടുപേരും താഴേക്ക് വരുവാണ്. ഈ സമയം മുത്തശ്ശൻ ചോദിച്ചു, അല്ല നിങ്ങളെന്താ എത്ര ലേറ്റ് ആയത്, നിങ്ങൾക്ക് ഇച്ചിരി നേരത്തെ വന്നുകൂടെ എന്ന് ചോദിക്കുവാണ് ഗോവിന്ദനോടും നന്ദുവിനോടും. അപ്പം മുത്തശ്ശി പറഞ്ഞു, ശരിയാ, ഇവരിതുവരെയായിട്ട് ഇവിടെ വന്ന് നിന്നിട്ടില്ല, സ്റ്റേ ഒന്നും ചെയ്തിട്ടില്ല, 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജയ്ക്കാണ് ദേഷ്യം. ഇനിയിപ്പോൾ അതിൻ്റെ കുറവും കൂടെ ഉള്ളൂ, 2 ദിവസം വന്ന് നിൽക്കാത്തതിൻ്റെ. അതെന്താ ജലജ നീ അങ്ങനെ പറഞ്ഞേ, നിന്റെ മരുമോളുടെ അല്ലേ ചടങ്ങ് നടക്കുന്ന ഇവിടെ, നിന്റെ മോൻ്റെ കുഞ്ഞിൻ്റെ അല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ, ശരിക്കും ഇപ്പം ഇവരെ സ്വീകരിച്ചിരുത്തേണ്ട ആൾ നീയാ, എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കണം. പിന്നെ സ്വീകരിച്ച് അങ്ങോട്ട് ഇരുത്തിയാലും മതി. ഈ ചടങ്ങെന്നൊക്കെ പറയുമ്പോഴേ അതിൻ്റേതായ ഒരു രീതിയുണ്ട്, അല്ലാതെ ഇവറ്റകളെ പോലെ അല്ലെന്ന് പറയണം. നീ എന്താ ജലജ പറഞ്ഞു വരുന്നേ. അല്ലച്ചാ, ഈ ചടങ്ങ് നടക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് സ്വർണ്ണമൊക്കെ ആയിട്ട് വേണ്ടേ വരാനായിട്ട്, വളകാപ്പ് ചടങ്ങല്ലേ, എന്നിട്ട് കൊണ്ടുവന്നേക്കുന്നു 3-4 കൂട്ടം പലഹാരമായിട്ട് വന്നേക്കുന്നു. അപ്പം അതാണ് പ്രശ്നം. ജലജ നീ ഒരു കാര്യം ഓർക്കണം, ഇവിടെ സ്വർണത്തിൻ്റെ ആവശ്യം എന്താ, ഇവിടെ നമുക്ക് തന്നെ സ്വർണത്തിൻ്റെ ബിസിനസ്സാണ്, പിന്നെ എന്തിനാ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത്, അല്ലെങ്കിലും അവരെ കൊണ്ട് പാങ്ങുള്ള പോലെ അവർ കൊണ്ടുവരും. അതിനിപ്പോൾ അവരോട് ഇത് പറയേണ്ട ആവശ്യം പോലും ഇല്ല. അല്ലെങ്കിൽ നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട്, ഇങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല ജലജെ. ഒന്നും കാര്യം നിൻ്റെ മനസ്സിൽ ഓർമ്മ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തണം. അപ്പം മുത്തശ്ശി അതിനെ ന്യായീകരിക്കുകയാണ്. ഗോവിന്ദനും നന്ദുവിനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നന്ദു പറഞ്ഞു, മുത്തശ്ശൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വരാത്തതിൻ്റെ കാരണം എന്നാന്ന്, ഇപ്പം മനസ്സിലായി എന്താന്ന്. ഇങ്ങനെ ഈ കുറ്റപ്പെടുത്തലുകൾ ഭയന്ന് തന്നെ മുത്തശ്ശൻ ഞങ്ങൾ ഇങ്ങോട്ട് വരാത്തതെന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, കണ്ടില്ലേ അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇനിയെങ്കിലും നീ ഒന്ന് നാവടക്കി വെക്ക് ജലജയെന്ന് പറയണം. ഈ സമയത്ത് നയനെ ആദർശം താഴേക്ക് ഇറങ്ങി വരുന്നേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജയുടെ മുഖം അങ്ങോട്ട് മാറി. അപ്പം മുത്തശ്ശൻ പറഞ്ഞു, കൊള്ളാലോ, 2 പേര് സെയിം കളർ ഡ്രസ്സൊക്കെ ഇട്ടാണ്ടാണല്ലോ വന്നേക്കെന്ന് പറയണേ. മുത്തശ്ശി പറയാ, ചില സമയത്ത് ഇവർ കീരിയും പാമ്പിനെ പോലെ ഇരിക്കും, പക്ഷെ എപ്പോഴും അങ്ങനെയൊന്നുമല്ല. ചില സമയത്ത് ഇവരുടെ സ്നേഹം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ ഓർക്കും കുറച്ച് മുമ്പ് ഇവരാണ് അടി കൂടിക്കൊണ്ടിരുന്നതെന്ന്. അപ്പോൾ ജലജ പറഞ്ഞു, കൊള്ളാം, കണ്ടോ അതിന് ചേരുന്ന സാരി തന്നെ ഏട്ടത്തി എടുത്തു കൊടുത്ത കളർ തന്നെ അവന് എടുത്തു കൊടുത്ത് കണ്ടില്ലേന്ന് ചോദിക്കണം. ദേവേനി പറഞ്ഞു, ആദർശ് അങ്ങനെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിലേ ആദർശ് ഞാൻ എടുത്തു കൊടുത്ത ഷർട്ടാന്ന് പറയുകയാണത്, അതുകൊണ്ട് അവന് നല്ല മാച്ചായിട്ട് അവൻ നല്ല സുന്ദരനായിട്ട് ഇരിക്കണമെന്ന് പറയാം. അപ്പം മുത്തശ്ശി പറഞ്ഞു, ഞാൻ എന്താ നയനമോൾ സുന്ദരിയല്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് കാര്യം പിടിയിട്ടു. അപ്പം അമ്മ എടുത്തു കൊടുത്ത ഡ്രസ്സാണ്, അതാണ് ആദർശേട്ടൻ എന്ത് ഇട്ടത്, അപ്പം തന്നെ പിണക്കാൻ പാടില്ല, അപ്പോൾ അതേ കളർ ഡ്രസ്സ് എടുത്ത് തനിക്കും തന്നു. അപ്പം താൻ മേടിച്ചു കൊടുത്ത് ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ തനിക്ക് പിണക്കമാകുമെന്ന് കരുതിയായിരിക്കും ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരട്ടെ. അപ്പോൾ ആദർശേട്ടാ, അപ്പോൾ എനിക്കിട്ട് മനഃപൂർവ്വം പണി തന്നല്ലേന്ന് ചോദിക്കുകയാണ്. അമ്മേനെയും പിണക്കാൻ പറ്റില്ല, എന്നെയും പിണക്കാൻ പറ്റില്ല, എനിക്ക് മനസ്സിലായെന്ന് പറയണം. അപ്പോൾ ആദർശം ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഇവരുടെ ഈ സംസാരം മുത്തശ്ശി ശ്രദ്ധിച്ചു. അല്ല നിങ്ങൾ മുറിയിലിരുന്ന് പറഞ്ഞു പോരാഞ്ഞിട്ടാണോ ഇവിടെ വന്നിരുന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശാന്ന് പറയണം. പിന്നീട് നയനേയും
കനക എല്ലാവരും കൂടെ കൂടിയിട്ട് നവ്യയുടെ അടുത്തേക്ക് ചെല്ലണം. അപ്പം നവ്യയുടെ ഒരുക്കം കഴിഞ്ഞിട്ടില്ല. നവ്യ ഭയങ്കരമായിട്ട് കിടന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുട്ടിയിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കനക എന്നിട്ട് മോളെ ഇതിലായിട്ടും കഴിഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. ഇത് ഇപ്പം തന്നെ തീരുമെന്ന് പറയണം. പിന്നീട് തൻ്റെ കയ്യിലിരുന്ന ആ 2 ഗ്രാമിൻ്റെ കമ്മൽ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ മോളെ, നിനക്കറിയാലോ ഞങ്ങളുടെ അവസ്ഥയെന്ന് പറയണം. ഇത് കേട്ടെന്ന് നവ്യക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അമ്മ എന്തായി പറയണേ, അമ്മയ്ക്ക് നാണമില്ല ഇതും കൊണ്ട് വരാനായിട്ട്. 2 ഗ്രാമിൻ്റെ അല്ല, ഈയിടെയാണെങ്കിൽ കുറേ വിഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്ത് നല്ല പൈസ കിട്ടിയതാണല്ലോ. എന്നിട്ട് അമ്മയ്ക്ക് ഒരു നല്ല രീതിയിൽ 2 ഗ്രാമല്ല 1 പവൻ്റെ എങ്കിലും എന്തേലും ഒന്ന് വാങ്ങിക്കാൻ മേലായിരുന്നോ? ഒരു കുലുക്കവും ഇല്ലാതെ എന്നിട്ട് ഇതും വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കുന്നു എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് നല്ല ദേഷ്യം വന്നു. നയന പറഞ്ഞു, ചേച്ചി പറയുന്നതിനൊക്കെ ഒരിതുണ്ട് കേട്ടോ, എന്ത് തോന്നിയാസം വിളിച്ച് പറയാനാവില്ല. നയനയ്ക്കറിയാലോ പ്രഗ്നൻ്റ് അല്ലെന്നുള്ള കാര്യം. പിന്നീട് ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ ഇവള്. അന്നെങ്കിൽ ഇപ്പോഴെങ്കിലും ആ തലയൊന്ന് താത്തി വെച്ചിരിക്കേണ്ട സമയമാണ്. പക്ഷെ അത് ഒരു കുലുക്കവും ഇല്ല നവ്യയ്ക്ക്. നവ്യ പറഞ്ഞു, അമ്മേ എന്ത് നാണക്കേടാന്നറിയാം എനിക്ക് മാത്രമല്ല ഒന്ന് ഓർത്ത് നോക്കിയേ, അബിക്കും എന്ത് നാണക്കേടാ. ഇവിടെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ നിന്ന് എന്താ കൊണ്ടിരുന്നതെന്ന്. ഈ 2 ഗ്രാമിൻ്റെ അന്ന് പറയാൻ പോലും നാണക്കേടാ. ഞാനിന്ന് തന്നതായിട്ട് പോലും ആരോടും പറയുന്നില്ല, അവരെല്ലാം കളിയാക്കുമെന്ന് പറയാം. നായരോടും ചേച്ചി കേൾക്കുന്നതിനും പറയുന്നതിനും ഒരു അറുതിയുണ്ട് കേട്ടോ. ഇത് നാവടക്കി നിൽക്കുന്നത് നല്ലതെന്ന് പറയാണ്. കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് തൃപ്തിപ്പെടാൻ നോക്ക്. അമ്മേനെക്കൊണ്ടും അച്ഛനെക്കൊണ്ടും പറ്റുന്ന രീതിയിൽ അവർ തന്നേക്കുന്നത്. ഇനി അതിൽ കൂടുതൽ വേണമെന്ന് ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എന്നെക്കൊണ്ട് പറയിപ്പിക്കില്ല. മനുഷ്യനിവിടെ സമാധാനം ഇല്ലാതിരിക്കുമ്പോഴാണ് ചേച്ചിയുടെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയണം. എന്ന് കേട്ടപ്പോൾ കനി ചോദിച്ചു, മോൾ എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നയമൊക്കെ എന്ത് പറ്റി? എന്നെ കാര്യം എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേന്ന് ഇരിക്കണം. മോൾ എന്തിനാ ദേഷ്യപ്പെടുന്നേ? കനയ്ക്ക് കാര്യം അറിയത്തില്ലോ. പെട്ടെന്ന് നയന പറഞ്ഞു, ഒന്നുമില്ലമ്മേന്ന് പറയണം. എന്തോ കാര്യമുണ്ട് എന്നാണ് പറ. പെട്ടെന്ന് അഭി പറഞ്ഞു, അവക്കെന്നാ, അവൾ വെറുതെ പറയുന്നതല്ലമ്മേ. ഈ വളകാപ്പ് ചടങ്ങ് ഇത്ര നടത്തുന്നതിൻ്റെ അവൾക്കൊരു കുശുമുണ്ടെന്ന് തോന്നാൻ. കാരണം കല്യാണം കഴിഞ്ഞ് അവളുടെ അല്ലേ ആദ്യം, പക്ഷെ കുഞ്ഞുണ്ടായത് എനിക്കല്ലേ, അപ്പോൾ അതിൻ്റെ അസൂയായിരിക്കും എന്ന് പറയണം. നന്ദു ഇത് കേട്ടൻ പറഞ്ഞു, അതേ എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെയൊന്നുമില്ല, അത് കുശുമ്പും കുന്നായ്മയേക്കാളും ചേച്ചിക്കാ. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയണ്ട, ഇവിടെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് നയനെ പുറകെ പോയി ചോദിച്ചു, എന്ത് പറ്റി നന്ദു, നിന്റെ മുഖം വല്ലാതിരിക്കണേ എന്താന്ന് ചോദിക്കുകയാണ്. ചോദിച്ചു, നയനേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കണേ, ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. എനിക്കൊരു പ്രശ്നമില്ല, പക്ഷേ നിൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെയല്ല, നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതല്ലല്ലോ, നിൻ്റെ മുഖം ഒന്ന് വാടി എനിക്കറിയാൻ പോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ, എന്നോട് തുറന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നയന പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല, ബാ വളകാപ്പിടങ്ങൾ നടക്കുന്നിടത്തേക്ക് പോകാമെന്ന് പറയണം. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും വളകാപ്പ് ചടങ്ങ് നടക്കുന്നതിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു. ദേവേനയൊക്കെ ഉണ്ട്. പെട്ടെന്ന് ദേവേന പറഞ്ഞു, അല്ലെങ്കിലും അവരെന്ത് പരിപാടിയാണ് കാണിച്ചേ, ഇങ്ങനെ വെറും കൈയോടെയാണോ വരണ്ടേ? ഒരു ചടങ്ങിന് വരുന്ന സമയത്ത് അതിൻ്റേതായ രീതി വരണ്ടേ? വിചാരിച്ച് പറഞ്ഞാൽ എന്താ തെറ്റ്? സ്വർണ്ണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയല്ലേ വന്നേന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞു, നീ എന്തൊക്കെയാ ദേവേന ഈ പറയണേ? ഈ സമയത്ത് സ്വർണത്തിൻ്റെ കാര്യമൊക്കെയാണോ നമ്മൾ നോക്കണ്ടേ? അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ തന്നു. പിന്നെ മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പോൾ അത് ഓർത്ത് ആദ്യം വിഷമിക്കണ്ട, എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി ബാക്കിയും കൂടെ ഞാൻ വളകാപ്പിയടങ്ങിൻ്റെ സമയത്ത് കൊടുക്കും, അതുകൊണ്ട് അത് ഓർത്ത് ആരും വിഷമിക്കേണ്ടെന്ന് പറയാം. ദേവേന് പറഞ്ഞു, അമ്മയാ ഇവരെല്ലാം ഇങ്ങനെ വഷളാക്കണേന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അതെന്താ, ഇവിടുത്തെ പേരക്കുഞ്ഞല്ലേ വരാൻ പോകുന്നേ, അപ്പോൾ ആ പേരക്കുഞ്ഞിന് കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് കൊടുക്കണ്ടേ, എല്ലാം ഈ കുടുംബത്തിലേക്ക് തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് ഈ പറഞ്ഞ എന്തൊക്കെയുണ്ടായിരുന്നു ദേവേനി, നീ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള സാധനം, പിന്നെ അത് കൂടാതെ നിൻ്റെ വളകാപ്പ് ചടങ്ങിന് ഇതുപോലെ തന്നെ അമ്മ ഇട്ട് തന്നല്ലേ, പിന്നെ നീ എന്തിനാ കുറ്റങ്ങളൊക്കെ പറയണമെന്ന് ചോദിക്കുകയാണ്. ദേവേനി ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആദർശം അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വളകാപ്പ് ചടങ്ങിനുള്ള എല്ലാ കാര്യങ്ങളെല്ലാം എടുത്ത് ടേബിളെല്ലാം അവിടെ തട്ടങ്ങളെല്ലാം എടുത്ത് നിരത്തി വെച്ചേക്കുമായിരുന്നു. ഈ സമയത്ത് അബിയോട് മുത്തശ്ശൻ ചോദിച്ചു, നീ എന്തേ മാറി നിൽക്കുന്നേ, ഇങ്ങോട്ട് വന്നേ, ഇവിടെ വന്ന് നിൽക്കുക, അല്ല നിൻ്റെ നിപ്പ് കണ്ടാ തോന്നും നിനക്ക് യാതൊരു ബന്ധമില്ലെന്ന്, നവ്യയുടെ അടുത്ത് വന്ന് നിൽക്കാൻ പറയണം. അങ്ങനെ അബീനെ വിളിച്ച് അങ്ങോട്ട് അടുത്ത് നിർത്തി. ഈ സമയത്ത് ആദർശ് പറന്ന് അങ്ങോട്ട് വരുവാണ്. വന്ന ഉടനെ ആദർശ് എന്ത് ചെയ്യണം, ആ തട്ടം എല്ലാം കൂടെ എടുത്തങ്ങോട്ട് എറിയുവാണ്. അപ്പം മുത്തശ്ശി, നിനക്ക് എന്ത് പറ്റിയാണ്, നീ എന്താ കാണിക്കുന്നത് ചോദിക്കുകയാണ്. ഒരു ചടങ്ങ് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് കിടന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. അവിടെ കിടക്കുന്നതെല്ലാം കൂടെ വലിച്ചെറിയുവാണ്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്താ സംഭവിച്ചതെന്ന് ആർക്കും ഒരു നിമിഷം മനസ്സിലായില്ല. ആദർശ് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.